ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അള്ളാഹു വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ പടച്ച റബ്ബ് നമ്മോട് ഒത്തിരി കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷേ പലതും നമ്മളത് നിസ്സാരമാക്കി കളയുന്നവരാണ് അല്ലേ? എന്തായാലും അവ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ആദ്യം തന്നെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നതും നമസ്കരിക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കുന്നതും അഥവാ നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടക്കുന്നതും ഒക്കെ അള്ളാഹു നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഇതിപ്പോൾ രാവിലെ എടുത്ത വീഡിയോയാണ്. എനിക്ക് കുക്കിങ്ങിനേക്കാൾ കൂടുതൽ ഇഷ്ടം ക്ലീനിങ് ആണ്. അഥവാ കുക്കിംഗ് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ. കുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഉമ്മ ഉണ്ട്, ഉമ്മ തന്നെയാണ് ചെയ്യാറ്. ഞാനൊന്ന് സഹായിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലും ഈ ചാനലിൽ ഞാൻ ക്ലീനിങ് വീഡിയോസൊക്കെ തന്നെയാണ് അധികവും ഇട്ടിട്ടുള്ളത്. കിച്ചണിൽ കുറച്ച് സൗകര്യക്കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ക്യാമറയും ഒക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. അഹങ്കാരം. മനസ്സിൽ അണുത്തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഹങ്കാരം എന്നാൽ സത്യത്തെ പുച്ഛിക്കലും ജനങ്ങളെ നിസ്സാരമായി കാണുന്നതുമാണ്. പിന്നെയുള്ളത് അസൂയ, ഏഷണി, പൊങ്ങച്ചം, ലോകമാന്യത, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ അസൂയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക, അത് തീ വിറക് തിന്നുന്നത് പോലെ നന്മകളെ തിന്നുന്നതാണ്. നമ്മൾ എത്ര നന്മ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, നമ്മുടെ മനസ്സിൽ ഒരു തരിയെങ്കിലും ആരുടെയടുത്തെങ്കിലും ഒരു അസൂയയോ കുശുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല. നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മൾ പടച്ച റബ്ബ് അതൊന്നും സ്വീകരിക്കില്ല കേട്ടോ. ടെറസൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കാമെന്ന് കരുതി കയറിയതാണ്. ഞാൻ ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോനും കൂടി അടുത്തുണ്ട് കേട്ടോ. അവൻ്റെ കുഞ്ഞു കൈകളാണ് നിങ്ങളീ കാണുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കുടുംബ ബന്ധം മുറിക്കുന്നതും അള്ളാഹു നിഷേധിച്ച കാര്യം തന്നെയാണ്. പിന്നെ പറയാനുള്ളത് പലിശ കൊടുക്കുന്നത് പോലെ തന്നെ വാങ്ങുന്നതും തെറ്റ് തന്നെയാണ്. ഇനി ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ബാക്കിയുള്ളവയും കൂടി. കളവ് പറയുന്നത്, കള്ളസത്യം ചെയ്യുന്നത്. കളവ് പറയാന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവരും ഒരുപക്ഷെ കാണും. അങ്ങനെ പോലും നമ്മൾ കളവ് പറയാൻ പാടില്ലെന്നാണ് ഞാൻ പോലും പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങനെ കളവ് പറയുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അതിന് പറ്റട്ടെ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ നല്ല സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഉദ്ദേശം നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്കതിനെപ്പറ്റി വലിയതായിട്ടൊന്നും അറിയത്തില്ല. ജനങ്ങൾ കാണാൻ വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം നമ്മുടെ റബ്ബ് എല്ലാം കാണുന്നുണ്ട്, അവൻ എന്തെങ്കിലും നമുക്ക് പ്രതിഫലം തരും എന്ന ചിന്തയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമം. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ഇനി ബാക്കി കൂടി അറിയണമെന്നുള്ളവർ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിലെൻ്റെ സൗണ്ട് കുറവായിരിക്കും, വേറൊന്നുമല്ല, എനിക്ക് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. ഇനിയിപ്പോൾ അടുത്ത വർഷം എന്താ വരാൻ പോവുകയാണ്. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഉള്ളത് അത്രയും പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റംളാൻ മാസത്തിനും ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എത്രയും വേഗം മാറ്റാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കും ഒക്കെയാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്ന് എനിക്ക് മനസ്സിലാകാനുള്ള ഏക ഒരു വഴി. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും അസ്സലാമു അലൈക്കും.